Is it Cananu 443558? Yes. Brigadier Rajeshwaran Nair, please. Yes, speaking. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഡോക്ടർ നരേന്ദ്രൻ. എന്നെ ഓർമ്മയുണ്ടോ ആവോ? പഴയ കൂനൂർ ക്യാമ്പിലെ ഡോക്ടർ നരേന്ദ്രൻ. ഓ, ഡോക്ടർ നരേന്ദ്രൻ. വാട്ട് എ സർപ്രൈസ്. ഒരുപാട് കാലമായല്ലോ കണ്ടിട്ടും കേട്ടിട്ടും. അതെ, ഞാൻ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയിരുന്നല്ലോ. അതിനുശേഷം സിവിൽ സർവീസിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. ഞാൻ മിസ്റ്റർ നമ്പ്യാരുടെ നമ്പർ വളരെ ബുദ്ധിമുട്ടിയാണ് കണ്ടെത്തിയത്. ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത്. സൂസന്നെ ഇപ്പോൾ എന്റെ ട്രീറ്റ്മെന്റിലാണ്. അസുഖം കൂടി ജയിലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. ജീവപര്യന്ത ശിക്ഷ തീരാൻ ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ. ഷീ ഈസ് വെരി സിക്ക്. ഇനി അധിക നാളുണ്ടാകും തോന്നില്ല. മിസ്റ്റർ നമ്പ്യാരെയും മോളെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവസാനത്തെ ആഗ്രഹമാണ്, വരാതിരിക്കരുത്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സ്മിത. സ്മിതയെ ഡാഡി കുറച്ച് ദിവസത്തേക്ക് ദൂരെ എവിടെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. വേഗം പോയി 3-4 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് റെഡി ആവണം. ക്യുക്ക്. ഡ്രൈവർ, വണ്ടിയെ സൈഡിലോട്ട് പോകും. കുറച്ചുകൂടെ പ്രായമായിട്ട് പറയാം എന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പൊ പറഞ്ഞേ പറ്റൂ. അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ ഓരോന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. അവസാനം ഒരച്ഛൻ സ്വന്തം മകളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കളവും ഞാൻ പറഞ്ഞു. അമ്മ മരിച്ചുപോയെന്ന്. അങ്ങനെ പറയാവൂന്ന് നിന്റെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഡാഡി, അമ്മ. യെസ്, ഷീ ഈസ് അലൈവ്. ഒരു കൊലപാതക കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിലായിരുന്നു. ഇപ്പോ വളരെ സീരിയസ് ആണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നമ്മളെ രണ്ടുപേരെയും അവസാനമായി ഒന്ന് കാണണമെന്ന്. ഇനി മോള് കൂടുതലൊന്നും ചോദിക്കരുത്. ഡാഡിക്കും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും കാലം എല്ലാം മറച്ചു വെച്ചതിന് മോളെ ഡാഡിയോട് ക്ഷമിക്കണം. സൗന്ദര്യം ഇത്തിരി കുറഞ്ഞാലും നല്ല സൗകര്യം വളർന്നാണ് ആലോചന എങ്കിൽ സമ്മതിച്ചേക്കുക. സ്ത്രീധനം മാക്സിമം ഇങ്ങ് പോരട്ടെ. 3 പെങ്ങന്മാരെ അയക്കാനല്ലേ നിനക്ക്? എന്തായാലും
രാജേട്ടൻ കെട്ടിയിട്ട് ഞാൻ കെട്ടുന്നു. ആ രാജേട്ടൻ കെട്ടിയിട്ട് നീ കെട്ടിയത് തന്നെ. എനിക്ക് ഈ ഭാര്യ കുട്ടി പരാതിയൊന്നും ശരിയാവില്ലെന്ന് അറിയില്ല നിനക്ക്. മാത്രമല്ല അതിന്റെയൊക്കെ ഒരു പ്രായവും കഴിഞ്ഞു. സ്ത്രീ വിദ്വേഷമൊന്നുമല്ല, സ്ത്രീകളോട് എനിക്ക് വളരെ ഇഷ്ടമേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് യങ് ലേഡി. ഐ ആം മേജർ രാജശേഖരൻ നമ്പ്യാർ. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഐ എം സോറി മേജർ, ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. യു ആർ റൈറ്റ്. താങ്ക് യു. സീ യു അഗൈൻ. അപ്പൊ ചൂടാവുന്ന ഇനമാണ്. സാരമില്ല, പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് പിന്നീട് നന്നായിട്ട് പരിചയപ്പെടാം. നശിപ്പിച്ചു. എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരു കുട്ടിയാ, മലയാളി. അത് ശരി. 5-6 മാസത്തേക്കൊന്ന് ഡെറാഡൂണിൽ പോയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ പുതിയ പുതിയ കിളികൾ പറന്നെത്തിയത് അടിയൻ അറിഞ്ഞില്ല. എങ്ങനെയുണ്ട്? നന്നായിട്ട് ശുശ്രൂഷിക്കൂ. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. അതിന്റെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും? അതിന്റെ മുഖത്തിന് നീ നോക്കണ്ട, ഞാൻ നോക്കോളാം. എനിക്കിങ്ങനെ കുത്തുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന കിടാങ്ങളെയാ ഇഷ്ടം. അതിനൊരു രസമുള്ളൂ. അതെ, എന്തായി മാറപ്രാവിന്റെ പേര്? പേരൊന്നും ഓർക്കുന്നില്ല. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിട്ട് 3-4 മാസമേ ആയുള്ളൂ. നന്നായിട്ട് അറിയാം, പക്ഷേ പേരൊട്ട് ഓർക്കൊന്നുമില്ല. വേണ്ട, ഞാൻ തന്നെ തപ്പി പിടിച്ചോളാം. രാജേട്ടാ, തപ്പാനും പിടിക്കാനൊന്നും പോണ്ട. പേര് സൂസന്ന. ആഹാ, പാവ. അത് ഞാൻ വെറുതെ വിട്ടേ. പാവമൊന്നുമല്ല, പക്ഷേ വെറുതെ വിടണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. श्रीमान 31 जवान परेड पर परेड अफगान नेतृत्व के लिए तैयार है. तुम्हारा कैप ठीक नहीं है. बट मिलाकर रखो. Susanna, 1 minute. യെസ്, വാട്ട് ഡു യു വാണ്ട്? അല്ല, പേര് ചോദിച്ചപ്പോ പറഞ്ഞില്ല, പിന്നെ അറിഞ്ഞപ്പോ ഒന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. പേര് ചോദിച്ചാൽ പറയാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ആ, ഇങ്ങനെയൊക്കെയാ കൊച്ചേ മനുഷ്യർ തമ്മിൽ ബന്ധവും പരിചയമൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ ഇരിക്കട്ടെ. ഏതായാലും ഇപ്പൊ ഇത്രയൊക്കെ പരിചയമായില്ലേ, ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എവിടെയാ നാട്, എവിടെയാ വീട്, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇതൊക്കെ അറിയാൻ നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഒരു സൗന്ദര്യാസ്വാദകൻ അല്ലേ പറയണ്ട. നാടും കൂടും ഒക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഇതുപോലെ വീണ്ടും വന്ന് കണ്ടോളാം. ഓക്കെ, സീ യു അഗൈൻ. അറിയാമോ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, മറിയാമ്മയ്ക്ക് എന്തോന്ന് വിശേഷം? ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് ജീവിക്കുന്നു. എന്നാലേ പുതിയ കൂട്ടുകാരിക്ക് ഈ നമ്പ്യാർ സാബിന്റെ മൊത്തത്തിലുള്ള ബയോഗ്രഫി ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാലേ കാര്യങ്ങളോട് എളുപ്പമാവും. See you.
ഇതും കൂട്ടി 6-മത്തതാ. ഇനി മതി രാജേട്ടാ. തന്നെയൊരു ബിയർ കൂടെ പറയട്ടെ. ഇത് 2-മത്തതാ. ഇത് തന്നെ അധികം. ഓക്കെ. നമ്പ്യാരെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഒന്നിനെ നോക്കി വെച്ചാൽ ഉടനെ അവിടെ തന്നെ കൊത്തണമെന്ന് തനിക്ക് എന്താ നിർബന്ധം? മനസ്സിലായില്ല. അല്ല, താനൊന്ന് വഴിയില്ല പുതിയ രംഗത്തുണ്ടല്ലോ സൂസന്ന, അതിനെ പിടിച്ചു നിർത്തി എന്തൊക്കെ ചോദിച്ചെന്നോ പറഞ്ഞെന്നോ ഒക്കെ അറിഞ്ഞു. ആണുങ്ങളായ പെൺപിള്ളാരെ വഴി തടഞ്ഞു നിർത്തി പലതും ചോദിച്ചെന്നും പറഞ്ഞെന്നും ഒക്കെ ഇരിക്കും. അല്ലെങ്കിലും പണ്ടേ താൻ കണ്ടുവയ്ക്കും, ഞാനങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. അതല്ലേ പതിവ്. തനിക്ക് എച്ചിൽ തിന്നറിയോ ഉള്ളൂ. എപ്പോഴും അങ്ങ് എച്ചിൽ തിന്നുമെന്ന് വിചാരിക്കണ്ട, ചിലപ്പോ തിരിച്ചും സംഭവിക്കും. ഓ, അങ്ങനെ സംഭവിക്കുന്ന ദിവസം ഞാൻ ഈ മീശ പഠിച്ചങ്ങോട്ട് കളഞ്ഞിട്ട് തന്റെ മുമ്പ് ഇങ്ങനെ സല്യൂട്ട് അടിച്ച് നിൽക്കും. ഇനി ഇയാൾ എണീച്ച് അപ്പുറത്തെ ടേബിളിലോട്ട് പോയിരിക്കും. ഇവിടെ ഇരുന്നാ ശരിയാവില്ല. ചെല്ലേ നിങ്ങൾ തമ്മിൽ എപ്പോ കണ്ടാലും ഈ പെണ്ണ് കേസല്ല വേറെ ഒന്നും പറയാനില്ലേ? ഇറ്റ്സ് റിയലി എ ഷെയിം. അല്ലേ തന്നെ ഇവനെ കണ്ട എനിക്കും ചൊറിയും, എന്നെ കണ്ട അവനും ചൊറിയും. എനിക്കിപ്പോ ചൊറിച്ചിൽ മാത്രമല്ല, കഴിക്കുന്ന നല്ല തരിപ്പുണ്ട്. അത്ര തരിപ്പാണ് ചെയ്യാനുള്ള ചെയ്തിട്ട് പോണാ പുല്ലേ. ഓ രാജേട്ടാ, ദേ മേജറെ കൈ ചൂട്ടി കാണിച്ച് പേടിപ്പിക്കല്ലേ? വരുമ്പോ പോ. രാജേട്ടാ ഇരിക്കെ, കുറിച്ച് തീർക്കാൻ നോക്ക്, എന്നിട്ട് പോവാം. അപ്പോ സൂസനെ കാണാൻ വീണ്ടും ശ്രമിച്ചു അല്ലേ? ഈ സൂസന്റെ കാര്യത്തിൽ ഇയാൾക്കെന്താ എത്ര വിഷമം? ഇയാളാര് ലോക മനസാക്ഷിയോ? ഇനി അതല്ല, നിനക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടേ പറഞ്ഞു, ഞാനങ്ങ് വിട്ടേക്കാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യവും. പക്ഷേ ഈ പാവം പിടിച്ച പെൺകുട്ടികളെ പിഴപ്പിച്ചാൽ അതിന്റെയൊക്കെ കണ്ണീര് ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞത്. അല്ല, നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം. കൂടുതൽ സംസാരിച്ചാൽ ബോറാവും. ഓറായി. അതുകൊണ്ട് വേറെ 1 ഡബിൾ ലാർജ്. ऐसा नहीं है, तुम लोग ठीक नहीं कर रहे हैं. मैं दिखाऊंगा. उतरो, मुझे जाओ, पीछे गिर जाओ. देख.